ന്റെ നല്ല വചനം എഫെസ്യരുടെ ലേഖനം 4-ാം അധ്യായം 23, 24 വാക്യങ്ങള്. എഫെഷ്യൻസ് ചാപ്റ്റർ 4 വേഴ്സ് നമ്പേഴ്സ് 23-24. വചനം ഇങ്ങനെ പറയുന്നു: ഇൻസ്റ്റെഡ് ലെറ്റ് ദ സ്പിരിറ്റ് renew your thoughts and attitudes. Put on your new nature created to be like God, truly righteous and holy. നിങ്ങളുടെ ഉള്ളിലെ ആത്മാവിൽ പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. ആമേൻ. ഹല്ലേലൂയ. വചനം നമ്മളോട് പറയുന്നു, പഴയ മനുഷ്യനെ അന്വേഷിച്ച് ഹല്ലേലൂയ പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുക. ഇതിന് ഈ പുതിയ മനുഷ്യനെ നമ്മളെ പുതിയ മനുഷ്യരാക്കി എടുക്കുന്നത് പരിശുദ്ധാത്മാവ. അതുകൊണ്ട് വചനം ഇവിടെ പറയുന്നു, let the spirit renew your thoughts and attitudes. നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ മനോഭാവങ്ങളും പരിശുദ്ധ പുതുക്കി തരട്ടെ. ഹല്ലേലൂയ. നമ്മളൊന്ന് വിട്ടുകൊടുത്താൽ മതി. അവിടെ പറയുന്ന ഇൻസ്റ്റെഡ് ലെറ്റ് ദ ഹോളി സ്പിരിറ്റ്. ഇതൊന്ന് പറഞ്ഞേ, ഹോളി സ്പിരിറ്റ് ലെറ്റ് us. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവെ ഞാൻ വിട്ടുതരുന്നു. പരിശുദ്ധാത്മാവെ ഒന്ന് ഒരുമിച്ച് എന്നെ ഒന്ന് മാറ്റിയെടുക്കണം. എന്നെ ഒന്ന് മാറ്റിയെടുക്കണം. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ നമ്മള് പരിശുദ്ധാത്മാവിനെ അനുവദിക്കാറുണ്ട്. ലെറ്റ് ദ ഹോളി സ്പിരിറ്റ് അല്ലെ, പരിശുദ്ധാത്മാവിനെ ഒന്ന് അനുവദിച്ചാൽ സ്തോത്രം നമ്മളെ പുതുതാക്കിയെടുക്കാൻ പറ്റും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ കൊണ്ട് നമ്മളൊന്ന് അനുവദിച്ചാൽ he can transform us. നമ്മളെ പുതുതാക്കാൻ സാധിക്കും. നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആകേണ്ട അവസ്ഥയിലേക്ക് പരിശുദ്ധാത്മാവിനെ നമ്മളെ ആക്കിയെടുക്കാൻ സാധിക്കും. ഹല്ലേലൂയ. എത്രത്തോളം നമ്മൾ പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കുന്നോ അത്രത്തോളം നമ്മൾ നമ്മളെ കണ്ട് അതിശിച്ചു പോകും. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളുടെ മാറ്റങ്ങൾ കണ്ടിട്ട് നമ്മൾ വിസ്മയിച്ചു പോകും. നമ്മൾ ചോദിക്കും, ഇത് ഞാൻ തന്നെയാണോ എന്ന് ചോദിക്കും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന് നമ്മളെ പുതിയ സൃഷ്ടിയുടെ സകല അനുഭവത്തിലേക്കും കൊണ്ടുവരാൻ പറ്റും. ഇത് നമ്മൾ ആരും പഴയ മനുഷ്യരല്ല. നമ്മളെല്ലാം കേട്ടു, യേശുവിനെ അറിഞ്ഞു, യേശുവിന്റെ വചനം നമ്മളുടെ ഉള്ളിൽ ക്രിയ ചെയ്തു. ഹല്ലേലൂയ. നമ്മൾ യേശു കർത്താവ് എൻ്റെ ദൈവമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ഏറ്റുപറഞ്ഞവരാ. ഹല്ലേലൂയ. ഇങ്ങനെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഇനിയും പഴയ ആൾക്കാരെ, നമുക്ക് ആർക്കും നമ്മളുടെ പഴയ രീതിയിലേക്ക് നമുക്ക് ഇനിയും പോകാൻ പറ്റത്തില്ല. ഈ കർത്താവിലേക്ക് വന്ന് നമ്മൾ ഈ നല്ല സ്നേഹം തിരിച്ചറിഞ്ഞ്, നമ്മൾ കർത്താവിൻ്റെ ഈ ദിവ്യ സ്നേഹം നമ്മൾ രുചിച്ചറിഞ്ഞ്, കർത്താവിനെ നമ്മൾ ഇത്ര സ്നേഹിച്ച് നിന്ന് ഇനി നമുക്ക് പഴയതായി പോകാൻ പറ്റില്ല. ഹല്ലേലൂയ. നമ്മളെല്ലാം പുതിയ മനുഷ്യര്. ഹല്ലേലൂയ. ഇനി നമുക്ക് ആ ജഡ ഇഷ്ടത്തിനും മോഹത്തിനും നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ ഉത്തരവാദിത്വം ഏറ്റു കഴിഞ്ഞാൽ സ്തോത്രം, നമ്മള് പുതിയ മനുഷ്യരാ, നമ്മൾ മനുഷ്യരാ, ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടവരാ. ഹല്ലേലൂയ. ഇന്ന് വിളിച്ചു പറഞ്ഞേ, പഴയ മനുഷ്യൻ മാറിപ്പോയി, ഞാൻ പുതിയ ഒരു സൃഷ്ടിയാ. ഐ ആം എ ന്യൂ ക്രിയേഷൻ. ഞാനൊരു പുതിയ സൃഷ്ടിയാ. ഹല്ലേലൂയ. പുതിയ സൃഷ്ടിക്ക് എൻ്റെ കർത്താവ് എല്ലാം ലോകപ്രകാരമല്ല. എൻ്റെ കർത്താവ് ചെയ്യുന്നതെല്ലാം സ്വർഗത്തിലെ രീതിക്കനുസരിച്ച്. ഹല്ലേലൂയ. ഒരു പുതിയ സൃഷ്ടി നടക്കുന്നത് നാച്ചുറലിലല്ല, ഒരു പുതിയ സൃഷ്ടി നടക്കുന്നത് സൂപ്പർ നാച്ചുറലില്ല. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഒരു പുതിയ സൃഷ്ടി നടക്കുന്നത് ലോകം കാണുന്ന വിധത്തിലല്ല, ലോകത്തിന്റെ വ്യവസ്ഥകൾക്ക് പ്രകാരമല്ല. പക്ഷെ ഒരു പുതിയ സൃഷ്ടി നടക്കുന്നത്, ജീവിക്കുന്നത് അത്ഭുതകരമായിട്ട്, സൂപ്പർ നാച്ചുറൽ ആയിട്ട്. എന്ന് പറഞ്ഞ് ഞാൻ നാച്ചുറൽ അല്ല, ഞാൻ സൂപ്പർ നാച്ചുറലാ. ഹല്ലേലൂയ. ഞാനൊരു അസാധാരണമായ വ്യക്തിയാ. കർത്താവിന്റെ വചനോടൊപ്പം തന്നെ ലെറ്റ് ദ സ്പിരിറ്റ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ ഒന്ന് അനുവദിക്കുക. എന്തനുവദിക്കാനാ? നമ്മുടെ ചിന്തകളെയും നമ്മുടെ ഭാവങ്ങളെയും നമ്മുടെ മനോഭാവങ്ങളെയും ഒന്ന് മാറ്റിയെടുക്കാൻ. എന്ന് പറഞ്ഞാൽ തോൽവി ചിന്തകളിൽ നിന്ന് ജയത്തിന്റെ ചിന്തകള്, നിരാശ ചിന്തകളിൽ നിന്ന് പ്രത്യാശ ചിന്തകള്, മരണ ചിന്തകളിൽ നിന്ന് ജീവന്റെ ചിന്തകള്, ഹല്ലേലൂയ, ഇടുങ്ങിയ ചിന്തകളിൽ നിന്ന് വിശാലമായ ചിന്തകള്. ഹല്ലേലൂയ. ഇന്ന് മനുഷ്യന്റെ ചിന്തകളിൽ നിന്ന് മാറി ദൈവീന്റെ ചിന്തകളിൽ നിന്ന് മാറി ദൈവീക ചിന്തകള്. ഹല്ലേലൂയ. സ്തോത്രം. പരിശുദ്ധാത്മാവിനെ നമ്മൾ എത്രത്തോളം അനുവദിക്കുന്നോ അത്രത്തോളം പരിശുദ്ധാത്മാവിനെ നമ്മളെ മാറ്റിയെടുക്കാൻ പറ്റും. ഒരു കുഞ്ഞു എക്സാമ്പിൾ അത് മനസ്സിലാക്കി തരാൻ നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മളുമായിട്ടുള്ള ബന്ധം ഒന്ന് നോക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾ
അവരോട് നമ്മൾ ഇപ്പൊ ഈ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ പിള്ളേരോട് ഇങ്ങനെ സംസാരിക്കും, അവരുടെ സബ്ജക്ട് സെലക്ഷനും ഭാവിയിലെ അവരുടെ പഠിത്തത്തിന്റെ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ഇങ്ങനെ സംസാരിക്കാറുണ്ട്. ഇങ്ങനെ സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ച് എൻ്റെ മൂത്ത മോളോടെ ഈ കോൺവെർസേഷൻസ് ഒക്കെ നടക്കുന്നത്. അപ്പം അവൾക്ക് അവളുടെ അറിവ് അല്ലെങ്കിൽ ഭാവിയെ കുറിച്ചുള്ള അറിവ് അല്പമേ ഉള്ളൂ. പക്ഷെ അവളോട് സംസാരിച്ച് ഇങ്ങനെയൊക്കെ സബ്ജക്ട്സ് ഇങ്ങനെ കമ്പൈൻ ചെയ്യാം, ഇങ്ങനെ കമ്പൈൻ ചെയ്താൽ ഇങ്ങനെ പഠിക്കാം, ഇങ്ങനെ പഠിച്ചാൽ ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ വരുമ്പോൾ അവളുടെ ഉള്ളിങ്ങനെ തുറക്കും. അവളൊരു ഓ അങ്ങനെയുണ്ടല്ലേ, ആ ഇങ്ങനെ ചെയ്യാം അല്ലേ എന്നിങ്ങനെ അവള് പറയും. സ്തോത്രം. അപ്പൊ എന്ത് പറ്റി? അവളുടെ അറിവിന്റെ പരിമിതി ഉണ്ടായിരുന്നു, അവൾക്ക് ഒരു അല്പമേ അറിയത്തുള്ളായിരുന്നു. പക്ഷെ പറഞ്ഞ് ഞങ്ങൾ അവളോട് സംസാരിക്കുമ്പം ഞങ്ങൾ സംസാരിക്കുന്നത് അത് അവളുടെ ജീവിതത്തിനകത്ത് ഇടപെടാൻ അവള് അനുവദിക്കുമ്പോൾ, സ്തോത്രം, അവള് തന്നെ വിസ്മയിച്ചു പോകുക. അവള് പറയാ, ഓ അങ്ങനെയുണ്ട്, ഓ ഇങ്ങനെയും ചെയ്യാൻ പറ്റും. ഇന്ന് ദൈവവചനം നമ്മളോട് പറയുന്നു, ഒന്ന് പരിശുദ്ധാത്മാവിനെ ഒന്ന് അനുവദിച്ചേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ എന്തിനാ അനുവദിക്കേണ്ടത്? സ്തോത്രം. അനുവദിച്ച് മനോഭാവങ്ങളെയും ഒന്ന് പുതുക്കുവാൻ. സ്തോത്രം. നമ്മുടെ ചിന്തയില്ലാത്തവരെന്നല്ല, നമ്മുടെ മനോഭാവങ്ങൾ ഇല്ലാത്തവരെന്നല്ല, അവർ നമ്മളെ തോട്ട്സും ആറ്റിറ്റ്യൂഡ്സും ഇല്ലാത്തവരെന്നല്ല വചനം പറയുന്നത്, നമുക്കുണ്ട്. പക്ഷെ അതിനെ ഒന്ന് പുതുക്കം പ്രാപിക്കാൻ, അതിനെ ഒന്ന് റെന്യൂ ചെയ്യാൻ, ഹല്ലേലൂയ, ഉള്ളതിനെ ഒന്ന് ദൈവത്തിന്റെ ചിന്തകൾ പോലെ ഒന്നാക്കിയെടുക്കാൻ, ഹല്ലേലൂയ, ജയത്തിന്റെയും വിശാലതയുടെയും അനുഗ്രഹത്തിന്റെയും ഒന്നാക്കിയെടുക്കാൻ. സ്തോത്രം. എന്നിട്ട് അവിടെ വാക്യം പറയാ, പുട്ട് ഓൺ യുവർ ന്യൂ നേച്ചർ. നിങ്ങൾ പുതിയ മനുഷ്യനെ ഒന്ന് ധരിച്ചു കൊള്ളുവൻ. എങ്ങനെയാ ധരിച്ചിരിക്കുന്നത്? എങ്ങനെയാ ക്രിയേറ്റഡ് ടു ബി ലൈക്ക് ഗോഡ്. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിനെയും കൊണ്ട് നമ്മളെ ഒന്ന് പുതുക്കപ്പെടുത്താൻ ഒന്ന് അനുവദിച്ചാൽ ദൈവം എന്ത് ചെയ്യും? ആ പുതിയ മനുഷ്യന്റെ ജയത്തിനെ നമ്മളുടെ മേൽ ഇട്ടുതരും. പുതിയ മനുഷ്യന്റെ ക്രിയേറ്റഡ് ടു ബി ലൈക്ക് ഗോഡ്, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അങ്ങനെയാ പറയുന്നത്, ഓൺ യുവർ ന്യൂ നേച്ചർ ക്രിയേറ്റഡ് ടു ബി ലൈക്ക് ഗോഡ്, ട്രൂലി റൈച്ചസ് ആൻഡ് ഹോലി. നിങ്ങൾ പുതിയ മനുഷ്യനെ ഒന്ന് ധരിച്ചുകൊള്ളുവൻ. പുതിയ മനുഷ്യൻ എങ്ങനെയാണ്? ദൈവത്തിനെ പോലെ. ആ 24 വാക്യം ഒന്ന് മലയാളത്തിൽ ഒന്ന് വായിച്ചു കേൾക്കാം. 24. സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുക. ഈ പുതിയ മനുഷ്യനൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? ദൈവത്തെ പോലെ സകല നീതിയും വിശുദ്ധും ആയ ഒരു വ്യക്തിയാ. ഹല്ലേലൂയ. അപ്പൊ സകല നീതിയും, അപ്പൊ നീതിയുള്ളതും വിശുദ്ധമായതും ആയതാണ് പുതിയ മനുഷ്യൻ. ഹല്ലേലൂയ. ഈ പുതിയ മനുഷ്യനെ നമ്മൾ ധരിച്ചു കഴിയുമ്പോൾ നമ്മളും ഓട്ടോമാറ്റിക്കലി, വചനം പറയുന്നു, വി വിൽ ബി ലൈക്ക് ഗോഡ് പോലെ. ഹല്ലേലൂയ. എങ്ങനെ? വിശുദ്ധിയുള്ളവരും നീതിയുള്ളവരും ആയിത്തീരും. സ്തോത്രം. ഇങ്ങനെ വരുമ്പോൾ വിശുദ്ധിയുള്ളതും നീതിയുള്ളതും ആയി വരുന്ന ഒരു വ്യക്തിക്ക് പിന്നെ തോൽവിയില്ല, പിന്നെ പാപം കീഴ്പ്പെടുത്തത്തില്ല, അവിടെ പരാജയമില്ല, അവിടെ ജയം മാത്രമേ ഉള്ളൂ. വിളിച്ചു പറഞ്ഞേ, ഞാനൊരു പുതിയ സൃഷ്ടിയാ, എനിക്കിനിയും തോൽവിയില്ല, എനിക്ക് ജയം മാത്രമേ ഉള്ളൂ. വിളിച്ചു പറഞ്ഞേ, ഞാനൊരു പുതിയ സൃഷ്ടിയാ, ദൈവത്തെ പോലെ എന്നെ പരിശുദ്ധാത്മാവ് ആക്കിയെടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാ. ഹല്ലേലൂയ. I am a new person created to be like God. ഹല്ലേലൂയ. സൃഷ്ടിയാ, എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തെ പോലെ ആയിത്തീരുവാൻ. എന്ന് പറഞ്ഞാൽ യേശു ഈ ഭൂമിയിൽ നടന്നതിന് പകരമായിട്ട് ഇന്നത്തെ കാലഘട്ടത്തില് കർത്താവ് എന്നെയാ കണ്ടിരിക്കുന്നത് ഭൂമിയിൽ നടക്കാൻ. ഓ ഹല്ലേലൂയ. കണ്ടോ? വചനം പറഞ്ഞേ, യു പുട്ട് ഓൺ യുവർ ന്യൂ നേച്ചർ ക്രിയേറ്റഡ് ടു ബി ലൈക്ക് ഗോഡ്. നിങ്ങള് ആത്മമനുഷ്യരാണ്. നിങ്ങൾ ആത്മമനുഷ്യരാണെങ്കിൽ നിങ്ങളുടെ ആത്മാവ് മൃഗത്തിന്റെയോ ഭൂതത്തിന്റെയോ പിശാചിന്റെയോ അല്ല, പക്ഷെ നിങ്ങളുടെ ആത്മാവ് ദൈവത്തിൻ്റെതാണ്. ഹല്ലേലൂയ. ഇന്ന് എൻ്റെ അകത്ത് വസിക്കുന്ന ദൈവാത്മാവ്, എൻ്റെ അകത്ത് ദൈവാത്മാവ് വസിക്കുന്നെങ്കിൽ എൻ്റെ ചിന്തകള്, നോട്ടങ്ങള്, കൊടുക്കൽ വാങ്ങൽ, എൻ്റെ സംസാരങ്ങളെല്ലാം ദൈവത്തെ പോലെയാ. ഓ ഹല്ലേലൂയ. യേശുവിന്റെ അടുക്കൽ ചെന്നിട്ട് ആരും കേട്ടില്ല, അയ്യോ അങ്ങനെയാണോ,
ഓ, നിന്നെ കൊണ്ടൊന്നും അത് ചെയ്യാൻ പറ്റത്തില്ലെന്നേ. എന്താ ചെയ്തേ? യേശു പ്രോത്സാഹിപ്പിച്ചു. യേശു ഈ രണ്ടു പേരെ പറഞ്ഞു വിട്ടിട്ട് പറഞ്ഞു, നിങ്ങൾ കയ്യിൽ ഒന്നും എടുക്കല്ല, നിങ്ങൾ സഞ്ചി എടുക്കല്ല, നിങ്ങൾ വടി എടുക്കല്ല, നിങ്ങൾ ഒന്നും എടുക്കല്ല, നിങ്ങൾ ഇറങ്ങിപ്പോ, നിങ്ങൾ പോയിട്ട് നിങ്ങൾ സുവിശേഷം പറ. എന്നിട്ട് അവരെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചപ്പോ അവരുടെ അകത്ത് ഞാൻ അവരുടെ അവരെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചപ്പോ അവരുടെ അകത്ത് ഞാൻ അവരുടെ സ്ഥാനത്താണെങ്കിൽ എന്നോട് കർത്താവ് അങ്ങനെ പറഞ്ഞെങ്കിൽ എൻ്റെ അകത്ത് ഇങ്ങനെ അഭിമാനം കൊള്ളും. ഞാൻ ഓർക്കും, ഓ കർത്താവ് എന്നെ ഇത്ര വലിയ ഉത്തരവാദിത്തം ഏൽപ്പിച്ചോ. കർത്താവിന് പകരം പട്ടണങ്ങളിൽ ചെന്ന് സുവിശേഷം പറയും. ഇന്ന് അതല്ലേ നടക്കുന്നേ. ഹല്ലേലൂയ. ഇവരുടെ അകത്ത് ഭയങ്കര ഭയങ്കര പോസിറ്റീവായി. ഇവര് പോയ വഴിയിലെല്ലാം അത്ഭുതം നടന്നു. തിരിച്ചു വന്നപ്പം യേശു കർത്താവ് പറഞ്ഞു, യേശുവിനോട് ഇവര് പറഞ്ഞു, ഞങ്ങൾ അത്ഭുതം കണ്ടു. അപ്പൊ യേശു പറഞ്ഞു, നിക്കട്ടെ, ഞാൻ കണ്ടു സാത്താൻ വിറച്ച് താഴെ വീഴുന്നേ. ഓ ഹല്ലേലൂയ. എന്നെ ആക്കി വെച്ചിരിക്കുന്നത് യേശുവിനെ പോലെ ആകാന് എന്ന് പറഞ്ഞാൽ യേശു ഈ പകരക്കാരിയാക്കിയ എന്നെ വെച്ചിരിക്കുന്ന. സ്തോത്രം. എന്ന് പറഞ്ഞാൽ യേശുവിന്റെ നാമത്തിൽ ഞാൻ കൈ നീട്ടിയാൽ അത്ഭുതം നടക്കും. യേശുവിന്റെ നാമത്തിൽ ഞാൻ ഒരു വശത്ത് നോക്കിയാൽ അവിടെ സാത്താൻ വിറച്ചോടും. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഞാനൊരു ഭവനത്തിൽ കയറി ചെന്നാൽ അവിടെ ആ ഭവനം അനുഗ്രഹിക്കപ്പെടും. സ്തോത്രം. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഞാനൊരു വ്യക്തിയോട് സംസാരിച്ചാൽ ആ വ്യക്തിയുടെ ബന്ധനം അഴിഞ്ഞു മാറും. അതുകൊണ്ട് ഈ ബോധ്യം ഉണ്ടാകാൻ വേണ്ടിയ വചനം പറഞ്ഞത്, ലെറ്റ് ദ സ്പിരിറ്റ് renew your thoughts and attitudes. ആത്മാവ് നിങ്ങളുടെ ചിന്തകളെയും ഭാവങ്ങളെയും ഒന്ന് മാറ്റിയെടുക്കട്ടെ. സ്തോത്രം. അല്ലെ, എൻ്റെ അകത്ത് എത്രത്തോളം ആ ചിന്ത കിടക്കുന്നോ, ഞാനൊരു പുതിയ സൃഷ്ടിയാ, ഞാൻ യേശുവിനെ പോലെയാ, ഞാനൊരു ഞാൻ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയാ എന്ന് എത്രത്തോളം എൻ്റെ അകത്ത് ചിന്തയുണ്ടാകുന്നോ അത്രത്തോളം എനിക്ക് ജയം ഉണ്ടാകാൻ സാധിക്കും. അത്രത്തോളം ഞാൻ കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ കാണാൻ സാധിക്കും. അത്രത്തോളം കർത്താവിന് എന്നിലൂടെ പ്രവർത്തിക്കാൻ സാധിക്കും. ഹല്ലേലൂയ. നാം പുതിയ സൃഷ്ടികള്. ഗലാത്യരുടെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 22-ാം വാക്യം ഇങ്ങനെ പറയുന്നു, but the scriptures declare that we are all prisoners of sin, so we only by believing in Jesus Christ. വാക്യം ഒന്ന് വായിച്ചേ. വിശ്വസിക്കുന്നവർക്ക് വാഗ്ദാനം യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ ലഭിക്കേണ്ടതിന് എല്ലാവരും പാപത്തിൻ കീഴിലാണെന്ന് തിരുവെഴുത്ത് പറയുന്നു. ഒന്നും കൂടെ വായിച്ചേ. 22. എങ്കിലും വിശ്വസിക്കുന്നവർക്ക് വാഗ്ദാനം യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ ലഭിക്കേണ്ടതിന്. അപ്പം വാഗ്ദാനം അപ്പം വാഗ്ദാനം ഏത് വാഗ്ദാനമാണ്? പരിശുദ്ധാത്മാവായ വാഗ്ദാനം. ഈ പരിശുദ്ധാത്മാവായ വാഗ്ദാനമാ എഫെസ്യർ 4:23-24 പറയുന്നത്. പരിശുദ്ധാത്മാവായ വാഗ്ദത്തത്തിന് നമ്മളുടെ അകത്ത് നമുക്ക് ലഭിക്കുന്നത്, ഹല്ലേലൂയ, നാം സൃഷ്ടിയായി എന്നുള്ള അടയാളമാ. സ്തോത്രം. ആര് യേശു കർത്താവാണെന്ന് പറയുന്നോ, വിശ്വസിക്കുന്നോ, അവരുടെ അകത്ത് പരിശുദ്ധാത്മാവ് വാസമുറപ്പിക്കും. സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മളിലൂടെ നടക്കുന്നത് നിയന്ത്രണത്തിൽ നമ്മൾ ആയി കഴിയുമ്പോഴ്, ഹല്ലേലൂയ. പക്ഷെ നമ്മൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തില്. ഇന്നൊന്ന് പറഞ്ഞേ, ഞാൻ ഇനിയും ജഡമനുഷ്യനെ പോലെ ചിന്തിക്കത്തില്ല. ഹല്ലേലൂയ. ഞാൻ ഇനിയും ജഡമനുഷ്യനെ പോലെ വിചാരിക്കത്തില്ല. ഞാൻ ആത്മമനുഷ്യനെ പോലെ ജീവിക്കും. ഞാനൊരു പുതിയ സൃഷ്ടിയ. ഐ ആം എ ന്യൂ ക്രിയേഷൻ. ഞാനൊരു പുതിയ സൃഷ്ടിയ. ഐ ആം എ ന്യൂ ക്രിയേഷൻ. ഇതൊരിക്കലും മറക്കല്ലേ. ഞാനൊരു പുതിയ സൃഷ്ടിയ. പുതിയ സൃഷ്ടിയായ എനിക്ക്, ആത്മസൃഷ്ടിയായ എനിക്ക് സകലതും സാധ്യമാ. ഹല്ലേലൂയ. എനിക്ക് തോൽവിയില്ല, എനിക്ക് പരാജയമില്ല, ഞാൻ നിരാശപ്പെട്ടു പോകത്തില്ല, ഞാൻ ഉയർച്ച തന്നെ, ഞാനൊരു ജയാളിയാ. ഐ എം എ മോർ ദാൻ ഓവർകമർ ഇൻ ക്രൈസ്റ്റ്. ഹല്ലേലൂയ. ഞാൻ സകലത്തിലും ഞാൻ ജയാളിയാ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞേ, പരിശുദ്ധാത്മാവെ, ഞാൻ അങ്ങയ്ക്ക് കീഴ്പ്പെടുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ അങ്ങയ്ക്ക് കീഴ്പ്പെടുന്നു. എത്രത്തോളം ഞാൻ പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടുന്നു അത്രത്തോളം എന്നെ ദൈവത്തിന് ജയമാക്കി തീർക്കാൻ സാധിക്കും. ഹല്ലേലൂയ. കർത്താവ് സഹായിക്കട്ടെ. നമ്മളെ വിളിച്ചിരിക്കുന്ന തോക്കാനല്ല, നമ്മളെ വിളിച്ചിരിക്കുന്ന നിരാശപ്പെടാനല്ല, നമ്മളെ വിളിച്ചിരിക്കുന്നത് ജയാളിയാകാന്. കർത്താവ് സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. നാം ഒരു പുതിയ സൃഷ്ടിയായതിനാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.